എല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നിവിൻ എല്ലാം പറയുമെന്നുള്ള രീതിയിലാണ് നിന്നത് എടുത്തതൊക്കെ. പക്ഷേ നിവിനെ ഒന്നും പറഞ്ഞില്ല. പറയുമ്പോഴെല്ലാം ലക്ഷ്മിയും ആദിലയും കൂടി ഇരുന്നിട്ട് പറയുന്നത്, നിവിൻ നിനക്ക് കാണാൻ പറ്റുമോ? ലക്ഷ്മി പറയുന്നത് നൂന്ന് നിൽക്ക്. അപ്പം നിവിൻ്റെ വിചാരം നിവിൻ പറഞ്ഞത് കറക്റ്റാണെന്നാണ്. അപ്പം നിവിൻ്റെ ടീം പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പറയാമെന്ന് ലക്ഷ്മി പറയുന്നത്. എന്നിട്ട് നിവിന് കാണാൻ പറ്റുന്ന അതേപോലെ തെറ്റ് പറയുമ്പോൾ ഷാനവാസ് ഡാൻസ് കളിക്കുന്നുണ്ട്. നിവിൻ പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ഷാനവാസ് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കും. എന്നിട്ട് 4 വെക്ക് എന്ന് പറയുമ്പോൾ നൂറ ചിരിക്കും. നിവിൻ പറയുന്ന ഓരോന്നും തെറ്റാന്ന് കാണുമ്പോൾ നൂറ ഭയങ്കര ചിരിയാണ്. അവസാനം നിവിൻ ആകെ ഒരെണ്ണേ പറഞ്ഞോളൂ കറക്റ്റ്, ഒരു പോയിൻ്റേ നിവിനുള്ളൂ. മുല്ലപ്പൂ മാത്രമേ നിവിൻ കറക്റ്റായിട്ട് പറഞ്ഞോളൂ, ബാക്കി ഒന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല. അത് കൊണ്ടുവച്ചിട്ട് ജമന്തി എടുക്ക് എന്ന് പറയും. പക്ഷേ ഷാനവാസ് അതൊന്നും അല്ല എടുക്കുന്നത്, വേറെ ഏതെങ്കിലും എടുത്ത് മണിപ്പിക്കും. പക്ഷേ എന്നിട്ട് ഷാനവാസ് നിന്ന് ഡാൻസ് കളിക്കും. നിവിനിപ്പോൾ തെറ്റായിട്ട് പറത്തുള്ളെന്ന് ഷാനവാസിന് അറിയാം. നിവിൻ്റെ നിപ്പൊക്കെ കണ്ടാൽ നിവിനെല്ലാം പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞെന്നുള്ള രീതിയിലാണ് നിവിൻ നിൽക്കുന്നത്. പിന്നെ നിവിൻ കൂടുതലും വിശ്വസിക്കാനുള്ള കാരണം ആദിലയും ലക്ഷ്മിയും കൂടെ അവിടെ നിന്നുകൊണ്ട് പറയും, നിവിന് കാണാൻ പറ്റുമോ? നിവിൻ എന്തോ അറിയുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. മണമില്ലാത്ത എന്തോ മണപ്പിക്കുമ്പോൾ പറയുന്നതാണ്. ഇത് എന്തോ എനിക്കറിയത്തില്ല, ഇതെന്തോ ഒരു ഇലയാണ്, മണമില്ല, അതുകൊണ്ട് എന്ത് ഇലയാണ്? അപ്പം ഷാനവാസ് പറയാം, ഇല എന്താണെന്ന് പറയേ. അതെന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇലയാണെന്ന്. അപ്പോൾ അതൊരു ആൻസർ അല്ലല്ലോ. ഇല 2-3 സൈസ് ഇലകളുണ്ട് അതിനകത്ത്. ചെമ്പരത്തി ഇലയൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് കണ്ണ് കെട്ടുന്നത്. പക്ഷേ ആ ഉള്ള കാര്യങ്ങൾ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ഒന്നെങ്കിൽ അത് കണ്ട കാര്യം മാറ്റി ഏതെങ്കിലും ഒന്ന് മണമില്ലാത്തത് ഏതെങ്കിലും ഒരു ഇല പറയണ്ടേ, ഇലയുടെ പേര് പറയണ്ടേ. അത് കണ്ണ് കെട്ടുന്നതിന് മുമ്പേ ഇവർക്ക് ഇതെല്ലാം കാണാം, മണത്ത് നോക്കാം, എല്ലാം ചെയ്യാം. അതിന് ശേഷമാണ് കണ്ണ് കെട്ടുന്നത്. പക്ഷെ കണ്ണ് കെട്ടിക്കഴിയുമ്പം അക്ബർ വന്നപ്പോഴും പറഞ്ഞ, ബിഗ് ബോസ് എനിക്ക് മണം വരുന്നില്ല, എനിക്ക് മണം കിട്ടുന്നില്ല. ഇപ്പം നിവിനും പറയുന്നതാ, അത് ഇലയാണ്, എങ്കിൽ എന്ത് ഇലയെന്ന് പറയുന്നത് ഷാനവാസ് ചോദിക്കാൻ പറഞ്ഞാൽ അതെന്തോന്ന് എനിക്കറിയത്തില്ലെന്ന്. കിച്ചണിൽ കയറി രാത്രി ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് കാണാൻ വിചാരിക്കുന്നത്, കണ്ണ് കിട്ടിയാൽ പറയാൻ പറ്റുമെന്ന്. എന്തായാലും ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് നിവിന്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.